ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ അത് യാദൃച്ഛികമായി ക്ലബ് ചെയ്ത് വന്നു. അദ്ദേഹം പറഞ്ഞത് സഹീഹയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സഹീഹയിൽ അങ്ങനെയില്ല. ഒരു ഹദീസ് ഗ്രന്ഥത്തിലും നിങ്ങൾ പരിശോധിച്ചു, ഒരു ഹദീസ് ഗ്രന്ഥത്തിലും സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി എന്ന ഹദീസ് ഇന്ന ഉമ്മത്തുൽ ഉമ്മിയത്തുൽ എന്ന ഹദീസിന്റെ ബാക്കിയല്ല. അത് രണ്ടും രണ്ട് ഹദീസാണ്. നമ്മൾ ഏറ്റവും കലണ്ടർ ഉണ്ടാക്കുന്നത് മുഴുവൻ അവലംബിക്കുന്നത് ഇന്ന ഉമ്മത്തുൽ ഉമ്മിയത്തുൽ എന്ന് റസൂലുള്ളാഹി പറഞ്ഞാണ്. ഇപ്പൊ നമ്മൾ ഉമ്മത്തുൽ ഉമ്മിയത്ത് അല്ല എന്ന് വെച്ചോളൂ. ഇപ്പൊ നമ്മൾ ഉമ്മത്തുൽ ഉമ്മിയത്തല്ല. അതുകൊണ്ടാണ് നമ്മൾ മാസം കണക്കാക്കാൻ ഇങ്ങനെ കയ്യും കണക്കൊന്നുമല്ല നമ്മൾ കലണ്ടറാണ് സ്വീകരിക്കുന്നത്. കലണ്ടറാണ് സ്വീകരിക്കുന്നത്. കലണ്ടർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ആളുകൾ കാണണം എന്ന് എങ്ങനെ പറയോ? കാണണം എന്നാണ് നമ്മൾ പറയാൻ. ഒരു മാസത്തെ കലണ്ടർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു മാസത്തെ കലണ്ടറല്ലേ കാണണം എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം അടുത്ത മാസം കലണ്ടർ ഉണ്ടാക്കി പിന്നെ കാണണ്ടേ? അപ്പൊ കലണ്ടർ മുസ്ലിം ലോകം പണ്ട് മുതലേ ഉണ്ടാക്കുന്നു, സുല്ലമുണ്ടാക്കുന്നു, എല്ലാവരും ഉണ്ടാക്കുന്നു. അതിന്റെ അർത്ഥം അവരൊക്കെ കാണണം എന്ന് പറഞ്ഞവരല്ല. മറിച്ച് നോമ്പ് പെരുന്നാൾ ആരാധനാ കർമ്മങ്ങൾക്ക് കാണണം. എന്തുകൊണ്ട് ഇങ്ങനെ കാണണം? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ പ്രശ്നമല്ല. അതുകൊണ്ട് സൂമു ലിറുയതിഹി വഅഫ്തിറു ലിറുയതിഹി എന്ന് മാത്രമല്ല, ലാ തസൂമു ഹത്താ തറവുൽ ഹിലാൽ. ഹിലാൽ കാണുന്നവരെ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണ്ട. അപ്പൊ വേറൊരു സംശയം, ഇന്നമൻ നസീബ് സിയാദത്തുൻ എന്ന ആയത്ത്, അത് എനിക്ക് ഉറപ്പാണ് കമാലുദ്ദീൻ മദനി പോലെ മനസ്സിലാവും. ആ ആയത്തും ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഒരിക്കലും നസി അല്ലത് മണിഫാൻ തെറ്റിദ്ധരിച്ചൊരു കാര്യം മാത്രമാണ്. അദ്ദേഹത്തിന്റെ എല്ലാ ലേഖനങ്ങളിലും പറഞ്ഞു ഇന്നവൻ നസീബ് സിയാദ്. നസീബും നോമ്പ് പെരുന്നാൾ ദിവസമാകുന്നതുമായി എന്ത് ബന്ധമാണുള്ളത്? നമ്മൾ ശവ്വാൽ 1-നുള്ള പെരുന്നാൾ നമ്മളെ കൂടി തീരുമാനിക്കുകയാണ്. ഇനി ശവ്വാൽ 2 മതി, അത് നസിയാണ്. 1 നടത്തേണ്ട പെരുന്നാള് ചൊവ്വാൽ 2 മതി നമ്മൾ തീരുമാനിച്ചാൽ അത് നസിയാണ്, അത് കുഫ്റാണ്, പാടില്ലാത്തതാണ്. നമ്മളത് അങ്ങനെയല്ല നടക്കുന്നത്. നമ്മൾ നടക്കുന്നത് ചൊവ്വാൽ 1 തിങ്കളാഴ്ചയാണോ ചൊവ്വാഴ്ചയാണോ എന്നുള്ള തർക്കമാണ്. നോമ്പ് നമ്മൾ നടത്തുന്നത് മുഴുവൻ ചൊവ്വാൽ 1 തന്നെയാണ്. അത് ചില ആളുകൾക്ക് തിങ്കളാഴ്ചയാവും, ചൊവ്വാഴ്ചയാകും. അതിന് നമുക്കൊരു ഏകീകൃത രൂപം വരണ്ടേ? നോക്കണം. അതിനുവേണ്ട സംവിധാനമൊക്കെ നമ്മൾ ചെയ്യണം. പക്ഷെ നമ്മൾ കണക്കിന് അവലംബിക്കലല്ല. അത് മുസ്ലിം ലോകം ഏകീകൃത രൂപം വേണമെന്ന് പറഞ്ഞവരാരും കണക്കിന് അവലംബിച്ചിട്ടില്ല. കണക്കിന് അവലംബിച്ചത് കൊണ്ട് അതൊരിക്കലും സാധ്യമല്ല. മണിഫാൻ മുന്നോട്ട് വെച്ചത് ഇവിടെ 2 പദം കൂടി വരേണ്ടതുണ്ടായിരുന്നു, അത് വന്നിട്ടില്ല. ഇന്റർനാഷണൽ ഡേറ്റ് ലൈനും യൂണിവേഴ്സൽ ടൈമും കൂടി ഇവിടെ വരേണ്ടതുണ്ടായിരുന്നു, അത് വന്നിട്ടില്ല. ഇന്റർനാഷണൽ ഡേറ്റ് ലൈനാണ് മണിഫാന്റെ കണക്ക്. ഇപ്പൊ വേറെ ഞാനൊരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി, ഇന്റർനാഷണൽ ഡേറ്റ് ലൈനിന് പകരം മക്ക ബേസാക്കി വെക്കണം. ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ അല്ലാതെ വേറെ ഏത് ബേസാക്കി വെച്ചാൽ ദിവസം കൂല. കാരണം ഞായർ എന്ന് പറയുന്നത് എന്താണ്, തിങ്കൾ എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ മുതലാണ് അത് നമ്മൾ എണ്ണിപ്പോരുന്നത്. അതുകൊണ്ട് അതല്ലാത്ത വേറെ എവിടെ നമ്മൾ ബേസ് വെച്ചാലും ഞായറും തിങ്കളും ദിവസ വ്യത്യാസം മാറും. അതെങ്ങനെയാലും മാറിക്കൊണ്ടിരിക്കും. മറ്റൊന്ന്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വെച്ചാൽ മാത്രം മതിയാവില്ല. നമ്മളുടെ ദിവസം തുടങ്ങുന്നത് 12:30 തീരുമാനിക്കേണ്ടി വരും. എങ്കിലേ 2 ദിവസത്തേക്ക് കിടക്കാതിരിക്കുള്ളൂ. എന്താണ് ഇതൊക്കെ ആലോചിക്കാൻ അധികം ബുദ്ധി ആവശ്യമില്ലല്ലോ. ഒരു വൃത്തം വരക്കുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ അടുത്ത വൃത്തം അടുത്ത ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഒരു വൃത്തം പൂർത്തിയാകുന്നു. 12:30 രാത്രി മുതൽ പിറ്റേന്ന് 12:30 വരെ ഒരു വൃത്തം പൂർത്തിയായി. അപ്പൊ അതിന് തിങ്കൾ നമ്മൾ പേരിടുന്നു. നമ്മൾ 12:30 തുടങ്ങാതെ 6 മണിക്ക് തുടങ്ങി നോക്കുക, രാവിലെ സുബൈക്ക് തുടങ്ങി നോക്കുക. അപ്പൊ എപ്പോഴാണ് ആ വൃത്തം പൂർത്തിയാകുന്നത്? 12:30 കഴിഞ്ഞിട്ട്. അപ്പൊ 2 ദിവസത്തേക്ക് എന്തായാലും പോലെ തിങ്കളും ചൊവ്വയാകും. അപ്പൊ തിങ്കൾ എന്നുള്ളത് നമുക്ക് ഒപ്പിക്കാൻ കഴിയില്ല. കാരണം അത് സോളാർ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. സോളാർ സിസ്റ്റത്തിൽ മാത്രമേ ഡേറ്റ് ലൈൻ ഉള്ളൂ. ഒരു ലൂനാർ ഡേറ്റ് ലൈൻ ഇല്ല. ലൂനാർ ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞത് ഒരിക്കലും സാധ്യമല്ലാത്തത് നിലക്കാണ്. ലോകത്ത് ഇതിനെപ്പറ്റി എത്ര ഗവേഷണങ്ങൾ നിങ്ങൾ ഇന്റർനെറ്റ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ എത്ര സൈറ്റുകൾ ഇത് ഏകീകരിക്കാനുള്ള അഭിപ്രായങ്ങൾ ഇതുപോലൊരു വിഭാഗം ആരും പറയുന്നില്ല. ഇപ്പോ നോർത്ത് അമേരിക്കൻ സൈറ്റില് അവര് അഭിപ്രായം പറയുന്നത് ഇങ്ങനൊരു അഭിപ്രായം വെച്ചാൽ എങ്ങനെയാണ്, നമുക്ക് ഡേറ്റ് ലൈൻ മുതൽ നോക്കിക്കൂടെ, അങ്ങനെ വെച്ചാൽ അത് പണ്ഡിതന്മാർ ഇതൊന്ന് ആലോചിക്കണം എന്ന രീതിയിൽ അവർ പറയുന്നുള്ളൂ. ഇവിടെ ആളുകൾ അങ്ങനെയല്ല പറയുന്നത്. ഇവിടെ ഇത് സിയാദത്തുൽ കുഫ്റാണ്, ഇത് ഇസ്ലാമിന് പുറത്തു പോണ പരിപാടിയാണ്, മനുഷ്യന്റെ റമദാൻ വളത്തിലാണ് പരിപാടി, അങ്ങനെ ആരും പറയുന്നില്ല. ഇത് നിങ്ങൾ ഈ ഭാഗം ഇത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഈ മണിക്ഫാനെ പറ്റി ഒരു അബദ്ധമാണ് കൂട്ടരെ, അബദ്ധം. അത് ഞാൻ മണിക്ഫാനായിട്ട് 5-6 പ്രാവശ്യം ഈ വിഷയത്തിൽ ഡിബേറ്റ് നടത്തിയാണ്. 5-6 പ്രാവശ്യം. ഒരു ഡിബേറ്റ് അദ്ദേഹത്തിന് ഈ സംഗതികളൊന്നും പറയുമ്പോൾ അദ്ദേഹം ആ വിഷയത്തിൽ പറയാറില്ല. അദ്ദേഹത്തിൻ്റെതായ
പറയും. അദ്ദേഹത്തിന് പറയാനുള്ളത് അങ്ങനെ പറയും. ബാക്കി അനുയായികളോട് പറയും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് മനസ്സിലാവും. നാവിഗേഷനും അതുപോലെ തന്നെ അസ്ട്രോണമിയും അതുപോലെ ഇതൊക്കെ പഠിക്കുമ്പോൾ അതൊക്കെ ശരിയാവും. അതൊരു തെറ്റ് ശരിയല്ലല്ലോ, അങ്ങനെയല്ലല്ലോ ഉണ്ട്. നിങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ നമുക്ക് ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അതുകൊണ്ട് റഷീദ് സാഹിബ് ഇവിടെ പറഞ്ഞ പോലെ ആ വിഷയത്തിന്റെ തെമ്പിലേക്ക് ഇട്ടു. ദിവസം എന്നാണ് തുടങ്ങുന്നത് നമുക്ക് തീരുമാനിക്കണം, അതുപോലെ ന്യൂ മൂൺ ആ കാര്യം നമുക്ക് തീരുമാനിക്കണം. അതൊക്കെ ആ വിഷയം വേറെയാണ്. പക്ഷെ നമ്മളും കമാലുദ്ദീൻ മദനിയും ജമിയത്ത് അതുപോലെ ഖുർആനുൽ ഹദീസ് നമ്മുടെ തർക്കം ഈ വിഷയമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ വിഷയമാണെങ്കിൽ വേറെ നമ്മൾ ചർച്ച ചെയ്യണം. പിന്നെ വേറൊരു സംഗതി സമയം പിന്നെ കഴിഞ്ഞു ഒറ്റ സംഗതി പറഞ്ഞ അവസാനം സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ വേറൊരു സംഗതി നമ്മൾ പറഞ്ഞല്ലോ, ഈ ഫേസസ് ഓഫ് ദി മൂൺ, ചന്ദ്രന്റെ ഓരോ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ, ഭൂമിയും ചന്ദ്രനും സൂര്യനും ഒരു ലൈനിൽ വരുന്ന ദിവസം, അതാണ് ന്യൂ മൂൺ. അതാണ് അസ്ട്രോണമിയിൽ ഒരു ദിവസം എന്ന് പറയുന്നത്. അസ്ട്രോണമിയിൽ ഒരു മാസം എന്ന് പറയുന്നത് ന്യൂ മൂൺ ടു ന്യൂ മൂൺ. പക്ഷെ ഒരു സാധാരണ അസ്ട്രോണമിക്കാർക്ക് അത് പറ്റും, നമുക്കത് പറ്റില്ല. കാരണം നമ്മൾ വെറും അസ്ട്രോണമി പഠിച്ചാൽ ലോകത്തെ എല്ലാവർക്കും പ്രായോഗികമായ ഒരു സംഗതി വേണം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ മൂണിന്റെ സെക്കൻഡ് ഫേസ് ആണ് നമുക്ക് മാനദണ്ഡമാക്കി വെച്ചിരുന്നത്. മൂണിന്റെ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് ക്രസന്റ് മൂണാണ്. ഈ ക്രസന്റ് മൂൺ എന്നുള്ളതിന് ചിലപ്പോൾ ന്യൂ മൂൺ എന്ന് പറയാറുണ്ട്. അസ്ട്രോണമിക്കൽ ന്യൂ മൂൺ എന്ന് പറയും, ക്രസന്റ് ന്യൂ മൂൺ എന്ന് പറയും. ഈ ക്രസന്റ് ന്യൂ മൂൺ എന്നുള്ള പദപ്രയോഗങ്ങളാണുള്ളത്. ഈ ന്യൂ മൂൺ ഏകവചനമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഒരൊറ്റ സാധനമാണ് ന്യൂ മൂൺ ഏകവചനം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ യസ്അലൂനക അനിൽ അഹില്ലത്തി എന്നാണ് പറഞ്ഞത്. അതവിടെ ജമ്മായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂ മൂൺ അത് ഒന്നാണ്, ഏകവചനാണ്. അത് നിങ്ങൾ ആ കൂട്ടത്തിൽ മനസ്സിലാക്കുക. പിന്നെ എവിടെ നിന്ന് തുടങ്ങിയാലും അവസാനം ഓക്കെ. നിങ്ങൾ ഈ വിഷയങ്ങൾ നോക്കി പഠിക്കുക. നമ്മളത് ഇനിയും ചർച്ച ചെയ്യാം. എന്താ അഭിപ്രായം ഉണ്ടാവും? അടുത്തതായിട്ട് അബ്ദുൽ റഷീദ് സാഹിബിന്റെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആദ്യം ഷറഫി സംസാരിച്ച പോലെ പോയിന്റുകൾ ചെയ്യാവുന്നതാണ്. അതോടനുബന്ധിച്ച് സക്കറിയ സംസാരിച്ച പോലെ 15 നിമിഷം നേരം ഈ ഭാഗത്ത് നിന്ന് വിഷയത്തെ അവതരിപ്പിക്കാം. சகோதரர் ஜக்கரியா அவர்கள் பேசும்போது ஒரு சில விஷயங்கள் சயின்டிஃபிக்கலாக பேசினாங்க. கலண்டர் கணக்கு எடுத்துக்கலாம். இப்போ எல்லாம் இது உமர் கத்தாப் ரலியல்லாஹு அன்ஹு காலத்துல இருந்து கலண்டர் இருந்துச்சு, அதே கலண்டர் தான் நாங்களும் ஃபாலோ பண்றோம். அப்போ அதுக்கு அவங்க ஒரு விளக்கம் மட்டும் தரணும். உமர் கத்தாப் ரலியல்லாஹு காலத்துல எந்த அடிப்படையில் கலண்டர் போடப்பட்டுச்சு? ஏன்னா ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் ஹிஜ்ராக நம்மளோட கலண்டர் பேஸ் நம்ம பார்க்குறோம். நபி ஸல்லல்லாஹு அலைஹி வஸல்லம் ஹிஜ்ரத்துக்கு போனது சஃபர் மாசம் தான் கிளம்புறாங்க. மக்காவிலிருந்து கிளம்பி ரபியுல் அவ்வல்ல போய் சேர்றாங்க ஹிஜ்ரத். ஆனால் நம்மளோட கலண்டர் முஹர்ரம்லேருந்து ஸ்டார்ட் பண்ணுறோம். இது எப்படி சரி அப்படிங்கிறத ஜக்கரியா சாஹிப் சொல்லணும். இந்த கலண்டர் உமர் கத்தாப் ரலியல்லாஹு இருக்குங்கிறத நீங்கள் சொல்லிட்டீங்க. அப்போ எந்த ஒரு கேள்விக்கும் பதில் சொல்லணும். ஏன் சஃபர்ல ஹிஜ்ரத் நடந்தது சஃபரும் ரபியுல் அவ்வல் தான், ஏன் முஹர்ரம்ல இருந்து ஸ்டார்ட் பண்றோம் கலண்டர்? அதுக்கான பதில் சொல்லணும். அப்புறம் இன்னொரு பாயிண்ட் சொன்னாங்க, 1:30 மணிக்கு நம்மளோட அப்துல் ரஷீத் சாஹிப் கோயம்புத்தூர்ல இருக்கிறாரு, ஆனா வேற இல்லாத இடத்துல இருந்து அவர் இருக்கிறாருன்னு சொன்னாங்க, ஏத்துக்க மாட்டோம் அப்படின்னு சொன்னாங்க. 1:30 மணிக்கு இங்க இருக்கிறாரு, ஆனா அவர் கேரளால நம்ம விஷயத்த செஞ்சேன்னு சொன்னா நம்ம இருந்ததுன்னு சொன்னா யாரும் ஏத்துக்க மாட்டாங்க. உண்மைதான். இப்ப நம்ம எந்த இடத்துல இருந்து ஏத்துக்கிட்டா, உதாரணத்துக்கு கோயம்புத்தூர், நம்ம எல்லாம் கோயம்புத்தூர்ல இருக்கிறோம், கேரளால இருக்கிற 2 பேர் நாங்க அங்க பிற பார்த்தோம், நாங்க பிறைய 2 நாள் பார்த்தோம் அப்படின்னு சொன்னா நீங்க ஏத்துக்குவீங்களா? இங்க வேணாம், இங்க எல்லாரும் நம்ம இருக்கிறோம், அங்க இருக்கிற 2 பேர் கரெக்டா அவங்க முஸ்லீம்கள் 2 பேரும் சாட்சி சொன்னா உங்களோட கருத்து அடிப்படையில் ஏத்துக்குவீங்களா? 2வது கேள்விக்கு பதில் சொல்லணும்.
அப்புறம் வந்து இந்த 4 நிமிஷம் 3 நிமிஷம் அப்படின்னு சொல்லி உங்களோட கலண்டர்ல வந்து போட்டிருக்கிறீங்க. உமர் கத்தாப் ரலியல்லாஹு காலத்துல இருந்து ஒரு கலண்டர் தான், அதே கலண்டர் தான் நாங்கள் ஃபாலோ பண்றோம்னு சொல்றீங்க. 4 நிமிஷத்துக்கு முன்னால் சந்திரன் மறைஞ்சா எடுக்க முடியாது, 8 நிமிஷத்துக்கு பின்னால மறைஞ்சா நம்ம அடுத்த மாசத்தோட முதல் நாள் துவங்கிடுவோம்னு சொல்றீங்க. இது உமர் கத்தாப் ரலியல்லாஹு காலத்துல இருந்து இருந்ததுங்கிறதுக்கு நீங்க ஒரு ஆதாரம் தரணும். இதுதான் கணக்கு, இந்த கணக்கு முறை தான் உமர் ரலியல்லாஹு போட்டாங்கிறதுக்கு ஜக்கரியா சாஹிப் வந்து ஒரு ஆதாரம் கொடுக்கணும். அப்புறம் மகரிபை பத்தி சொன்னாங்க. இன்னும் சொல்ல போனாங்கன்னா அப்புறம் இஸ்ராயலோட கலண்டர் அப்படின்னு ஒரு சில விஷயங்கள ஹிஜ்ரா கலண்டர் அடிப்படையில் மலிக்ஃபானை பத்தி சொன்னீங்க. ஆக்சுவலா நம்ம ஜம்மியத் அஹ்லுல் குர்ஆன் ஹதீஸ் அப்படிங்கிற ஒரு அமைப்பு வந்து ஆரம்பத்துல வந்து தகவல் உலகில் எங்கிருந்து வந்தாலும் நம்ம தகவலை ஏற்றுக்கொள்ளலாம்ங்கிறது 2000 வருஷத்துல ஏர்வாடி, திருநெல்வேலி மாவட்டம் ஏர்வாடியில வந்து சகோதரர் பி ஜெயலலிதாவோட நாங்கள் வந்து விவாதம் பண்ணோம். அது விவாதம் பண்ணால் நான் ஒன்று அப்துல் காதர் உமர் இங்க இருக்கிறதுல 2 பேரும் இருக்கிறோம். அந்த விவாதம் பண்ணது எதுக்குன்னா அவர் வந்து தத்தமது பகுதின்னு சொன்னார். எந்த ஊரில் பிறை பார்க்கப்படுகிறதோ அந்த ஊரை தான் அது கட்டுப்படுத்தும் சொல்லி அவரோட வாதமும், எங்களோட வாதம் என்னன்னா உலகில் எங்கிருந்து பிறை பார்த்த தகவல் வந்தாலும் அதை எடுத்துக்கணும் அப்படின்னு சொல்றதுதான் எங்களோட வாதமும் வச்சு அந்த விவாதம் வந்து நாங்கள் நடத்தணும். அப்போ அந்த விவாதம்ல இருக்கும்போது நாங்கள் அந்த கான்செப்ட்ல தான் இருந்தோம். அப்போதான் குர்ஆன் வசனங்களை நம்ம பார்க்கிறோம். யஸ்அலூனக அனில் அஹில்லா குல் ஹிய மவாகீது லின்னாஸ் வல் ஹஜ். அப்போ வந்து மக்கள் எப்படி பிறை பார்த்தாங்கிற கான்செப்ட் நமக்கு அதில் தெரியுது. யஸ்அலூனக அனில் அஹில்லா, அஹில்ல தங்க வந்து பண்மையில தான் இருக்குது. எல்லா பிறைகளும் தேய்ந்து வளரும் அனைத்து அந்த ஸ்டேஜை தான் வந்து மக்கள் பார்த்துருக்குறாங்க. ஏன்னா நபி ஸல்லல்லாஹு அலைஹி வஸல்லம் வந்து 29வது நாள் சகோதரர் கேட்டதுக்கு நீங்க யாரும் பதில் சொல்லல. நபி ஸல்லல்லாஹு அலைஹி வஸல்லம் 29வது நாள் மகரிபில் நின்று பிறை பார்த்ததாக ஒரு தகவல், ஒரு லைஃபான ஹதீஸ் கூட நீங்க வந்து காட்டல. அந்த கேள்விக்கு வந்து பதிலே சொல்லல. கடைசி வரைக்கும் அடுத்த சஹாபாக்கள் காலம் பின்னால் உள்ள காலம்னு சொன்னீங்க. நமக்கு ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் எவ்வாறு அவங்க வந்து எதை செஞ்சாங்களோ ஒரு விஷயத்தை கட்டளை, நான் தொழுகை நான் எவ்வாறு கொண்டீர்களோ அதே மாதிரி நீங்க தொழுங்க. உங்களுக்கு வந்து நான் எப்படி தொழுகிறத நீங்க பாத்தீங்களோ அதே மாதிரி தொழுங்க. நான் எப்படி ஹஜ் செய்யறோம் அந்த மாதிரி செய்யுங்க. அப்ப அதே மாதிரி நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சூமுல் உருயத்தையும் சொன்ன ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் அந்த சூமுல் உருயத்தையும் எப்படி நடைமுறைப்படுத்தி காட்டினாங்க. ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் நடைமுறைப்படுத்தி காட்டினா அந்த ஆதாரம் வந்து எங்களுக்கு வேணும். நீங்க சொல்லணும், நேரடியா சொல்லணும். நபி ஸல்லல்லாஹு அலைஹி வஸல்லம் கட்டளையிட்டாங்க. அதே நபி ஸல்லல்லாஹு அலைஹி வஸல்லம் மகரிபில் நின்று பார்த்தாங்க. 29 நாளோட மகரிபில் தான் நின்று பார்ப்பாங்க. இப்படி செய்றீங்கல்ல, அதுவும் கிழக்க பார்க்கணுமா, மேற்க பார்க்கணுமா, வடக்க பார்க்கணுமா, தெற்க பார்க்கணுமா, ஏன்னா கணக்கு தெரியாது. கண்ணால பார்க்கணும் தான் ரசூலுல்லாஹ் சொன்னாங்க. ஆனா கணக்கெல்லாம் சொல்றீங்க. இப்போ எப்படி சொல்றீங்கன்னா இந்த மாதிரி ஒரு ரவுண்ட் வந்துட்டா ஒரு 4 ஆகுதுங்கிறீங்க. இந்த கணக்கெல்லாம் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் எப்போ கற்றுக் கொடுத்தாங்க? எல்லாம் குர்ஆன் ஹதீஸ் போகணும்னு சொல்லும் போது இந்த கேள்விகளுக்கெல்லாம் நீங்க பதில் சொல்லணும். சயின்டிபிக்கல் திங்ஸ் நீங்க இப்ப சொன்னீங்க. ஒரு 4 ஆகுதுன்னா இங்க இருந்து சூரியன் ஆரம்பிச்சு திருப்பி அந்த பூமி சுத்தி வந்து அடுத்து இங்க வந்துட்டா அப்புறம் 2 மணி நேரம் ஆயிடுது அப்படின்னு ஒரு கணக்கெல்லாம் சொல்லி இதன் அடிப்படையில் நம்ம கலண்டர் போட்டிருக்கோம்னு சொல்லி வழக்கம் கொடுத்தீங்க. இதற்கான ஆதாரம் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் எங்க கற்றுக் கொடுத்தாங்க? இப்ப நாங்க வந்து அதுக்குள்ள விஷயங்கள் வந்து சொல்லிட்டு இருக்கிறோம் மக்கள்கிட்ட. எப்படி சொல்றோம்னா இன்ன உம்மத்துன் உம்மியத்துன் அந்த ஹதீஸ் வச்சு தான் நாங்கள் சொல்றோம். மாதம் வந்து 29, 30 அது மாறி வருது. இதை பற்றிய கணக்கு ஹிசாப் எல்லாம் அந்த ஹிசாப் இல்லாதனால நாங்கள் எழுதல. ஹிசாப் இருந்திருந்தா அதை நெகட்டிவ்ல பாருங்க. ஹிசாப் இருந்திருந்தா எழுதிருந்திருப்பாங்க. அப்ப அவங்க ஹிசாப் மட்டும் கணக்காதனால நாங்கள் எழுதல. ஏன்னா அவங்க உண்மை சமுதாயம் இருந்தாங்க. அப்ப என்ன பண்ண அப்பதான் சொன்னாங்க சூமூல் ருய்யத்திகி அப்துல் ருய்யத்திகி. ருய்யத்துங்கிற அடிப்படை என்ன அப்படிங்கறத நம்ம மெயினா வந்து எல்லாருமே சிந்திக்கணும். இதுல யார் மேல கோபத்துல நம்ம பேசல. உண்மையான விஷயம் நம்ம சொல்ற தேதி இன்னைக்கு நம்ம 2ஆம் பிறை இல்ல 3வது டேட்டு 4வது நாள் சொன்னோம்னா பிறையும் அந்த டேட்டும் சரியா இருக்கணும். யூதர்கள் பிக்ஸ் பண்ண கலண்டர் தான் நாங்க ஃபாலோ பண்றோம்னு சொல்லி மலிக்ஃபான் பத்தி சொன்னீங்க. ஆனா மலிக்ஃபான் சொல்றது இங்க நம்ம தேவையில்லை. நம்ம தான் பேசிட்டு இருக்கிறோம். மலிக்ஃபான் இருக்க வேண்டிய அவசியம் இல்லை. அப்ப நம்ம வந்து யூதர்களோட கலண்டரை ஃபாலோ பண்ணல. யூதர்களோட கலண்டரோட நீங்க இப்ப கூட எடுத்து கேட்டா நாங்க எடுத்து தரோம். யூதர்களோட கலண்டரும் எங்க கலண்டரும் ஒன்னா இருந்துச்சு நீங்க ப்ரூவ் பண்ணீங்கன்னா நீங்க இந்த நிமிஷமே நாங்க எல்லாத்தையும் விட்டுட்டு நீங்க சொல்றதை எடுத்துக்கணும். நாங்க போட்ட கலண்டரும் யூதர் கலண்டரும் ஒண்ணுதான் அப்படின்னு நீங்க இந்த நேரம் ப்ரூவ் பண்ணிட்டீங்கன்னா இமீடியட்டா நாங்க சொல்ற அவ்வளவு விஷயத்தையும் தூக்கி போட்டுட்டு அல்லாஹ் போதற்காக கட்டுப்பட்டு நீங்க சொல்ற இந்த விஷயத்தை நாங்க எடுத்துக்கிறோம்.
நம்ம சொல்றது வந்து வளர்பிறை தான் எடுக்கிறோம். நியூ மூன் சொல்லி இங்கிலீஷ்ல சொன்னாலே அது வளர்பிறை தான். நியூ மூன் வந்து மகா கிடையாது. நீங்க நியூ மூன் சொல்றீங்க, நியூ மூன்ங்கிறத நீங்க இங்கிலீஷ்ல நீங்க எடுத்து பாருங்க. அந்த ஸ்டேஜ் 29வது நாளோட அந்த நேர்கோட்டுக்கு வந்து அடுத்து புதிய சுற்றை சந்திரன் ஆரம்பிக்கும் போது அந்த மனசில் அப்படியே மாறி அடுத்து வளர்ச்சி அடைகிற அந்த ஸ்டேஜ் தான் வித்தின் செகண்ட். அதுக்கப்புறம் ஒவ்வொரு மணி நேரத்துக்கும் 2 நிமிஷம் விசிபிலிட்டி வந்துகிட்டே தான் இருக்கும். அந்த விசிபிலிட்டி வருது அப்படிங்கிறத ப்ரூவ் பண்ணா அது மகாக்கு இல்லை, அது ஹிலால் தான். நாங்க சொல்றது ஹிலால் தான். நீங்க நியூ மூன் சொல்லுங்க, மக்கள்கிட்ட அமாவாசை சொல்லுங்க, மகாக்குன்னு சொல்லுங்க. மகாக்கு நாங்க வந்து பேசவே இல்லை, நாங்க ஹிலாலை பத்தி தான் பேசுறோம். ஹிலால் அது அப்படின்னு நம்ம உறுதிப்படுத்திட்டா எங்களோட கலண்டர் கான்செப்டை நீங்க எடுத்துக்கிட்டு எல்லா விஷயத்திலும் செயல்படுத்தணும். இன்னும் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சொன்னதை வந்து நம்ம சொன்னோம். நம்ம ரஷீத் சொன்ன போது தெளிவா சொன்னாரு, வெறும் வந்து ரமலானுக்கும் ஹஜ்ஜுக்கும் உள்ள விஷயம் இல்லை. இதுல வந்து ஈத்தாவோட காலங்கள் மற்றும் நம்மளோட எல்லா கடன் கொடுக்கல் வாங்கல் எழுதி வைக்கிறது எல்லாத்துக்குமே இந்த ஹிலால் தான் அப்படிங்கிற ஒரு ஹதீஸை வந்து சொன்னாரு. அந்த ஹதீஸை அவர் மீண்டும் உங்களுக்கு தெளிவுபடுத்துவாரு. அந்த மாதிரி எல்லா விஷயங்களுக்குமான இதுதான் இந்த நம்ம சொல்ற கான்செப்ட். அடுத்து நீங்க உங்களோட வாதத்துல வைக்கும் போது ஃபக்திரு இத்தத்தை ரெண்ட சொன்னீங்க. ஹிசாப் ஒண்ணு இருக்கு, ஹிசாப் ஒண்ணு கண்டிப்பா இருக்கு. ஓல்லதி ஜஅல ஷம்ஸலியா வல் கமர நூரன் கத்தரஹு மனாசில. அந்த கத்தர மனாசில அந்த மன்சில்களோட கணக்கு வஷம்ஸு வல் கமர யுஸ்பான். அவங்க எப்படி அந்த மன்சில் தான். அல்லாஹ் வந்து எங்கேயுமே அதை வந்து ஹிலால் சொல்லல, மன்சில் தான் சொல்றாங்க. அல்லாஹ் யாரு கேட்கிறான்னா எஸ்ஸலூனக அனில் அஹில்லா, மக்கள் கேட்கிறாங்க அஹில்லாவை பத்தி. அதோட தேய்ந்து வளர்றோட நிலைகள் அவ்வளோத்தையும் பாக்குறாங்க. ஏன் இது பெருசாயிட்டே வருது, ஏன் இப்படி குறைஞ்சிட்டே வருது அப்படின்னா மக்கள் அப்படிதான் வாட்ச் பண்றாங்க. ஒரு நாள் மட்டும் வாட்ச் பண்ணதா எங்கேயுமே கிடையாது. டோட்டல் மாதத்தோட எல்லா நாட்களையும் நம்ம வாட்ச் பண்ணணும். ஏன்னா நம்மளோட விவாதத்துல 13, 14, 15 நோம்பு இருக்குது. அந்த மாதிரி இடையில வர அந்த விவாதத்தையும் நம்ம கரெக்டா செய்யணுங்கிற அடிப்படையில தான் நம்மளோட கலண்டரை வந்து நம்ம செஞ்சிருக்குமே தவிர வெறும் உலக காரியங்களுக்கு மட்டும் இல்லை. ஒவ்வொரு மாதமும் வைக்கிற நோம்பு நமக்கு அதுல இருக்குது. எல்லா விஷயத்தையும் அடிப்படையா வச்சுதான் அந்த கலண்டர் வேணும். அப்புறம் இன்னொன்னு தகவல், நீங்க சொல்ற 19 பகுதி அடிப்படையிலையும் உலகை வந்து ஒருங்கிணைக்க முடியாது. நீங்க சொல்ற இந்த இவ்வளவுதான் ஒரு அளவுக்குள் வைக்கிறீங்க. கேரளாக்குள்ள மட்டும்தான் நாங்க எடுத்துக்குவோம், தமிழ்நாடுக்குள்ள அப்படிதான் எடுத்துக்குவோம், அடுத்து ஒரு சின்ன சின்ன ஸ்டேட்ல எடுத்துக்குவோம் அப்படின்னு சொல்லி இன்னைக்கு பேசிட்டு இருக்கிறாங்க. ஆனா அது வந்து ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் காட்டி தந்ததுக்கு நீங்க குறைபோட ஹதீஸை வைக்கிறீங்க. குறைபோட ஹதீஸ்ல வந்து இப்னு அப்பாஸ் தான் வந்து கேட்கிறாங்க. அது வந்து ஒரு சப்ஜெக்டா இருந்தா சிரியால இருந்து வந்த அந்த சகோதரர்கிட்ட வந்து இப்னு அப்பாஸ் கேட்க வேண்டிய அவசியம் இல்லை. அங்க உள்ள பிறையை பத்தி கேட்கணும் தேவையில்லை. அது மத்தலா இருக்குது, அங்க பார்த்தாங்க உனக்கு இது இங்க, நமக்கு அதை பத்தி சப்ஜெக்ட் இல்லப்பா, நீங்க வந்து அங்க எப்படி இருக்குது, அங்க போனா அங்க இருந்து இப்னு அப்பாஸ் தான் கொஸ்டினே பண்றாங்க. ஏன் வந்து நீ எங்க அங்க எப்ப பிற பாத்தீங்க அப்படிங்கிற கொஸ்டின் ஆன்சர் கேட்கறதே வந்து இப்னு அப்பாஸ் தானே தவிர அந்த வந்த சகோதரர் சொல்லல. அப்ப இதனால வந்து அது சப்ஜெக்டே கிடையாது, அது அளவுகளும் கிடையாது. அதுவும் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் அதுக்கு விடை கிடைக்கல. ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் அந்த நேரத்தில் உயிரோடு இருந்திருந்தாங்கன்னா அது இந்த சம்பவம் நபி ஸல்லல்லாஹு அலைஹி வஸல்லம் எடுத்து சொல்லப்பட்டு அதுக்கு ஒரு ஆன்சர் கிடைச்சிருக்கும். அப்ப அந்த ஆன்சர் நமக்கு அங்க எதுவுமே இல்லை, ஆன்சருக்கு அங்க வழியே இல்லை. அந்த ஹதீஸை நம்ம ஆதாரமா வைக்கவே முடியாது. அந்த அடிப்படையில் 19 பகுதி ஒரு குறிப்பிட்ட ஏரியாவை டிசைன் பண்ணி நீங்க பிறை பார்த்து அந்த ஏரியா தான் எடுத்துங்கிறதுக்கு குர்ஆன் ஹதீஸ் அடிப்படையில் அந்த அளவுகோல் சொல்லணும். 100 கிலோமீட்டர் இல்ல 50 கிலோமீட்டர் இல்ல 200 கிலோமீட்டர் அப்படிங்கிறதுக்கான ஆதாரத்தை நீங்க தரணும். நபி ஸல்லல்லாஹு அலைஹி வஸல்லம் சொன்ன அளவுகோல் நீங்க அது. ஏன்னா நமக்கு எல்லாமே அத்தியுல்லா அத்தியுர் ரசூல் தான். அந்த அத்தியுர் ரசூல் சொன்ன அந்த அடிப்படையில் கட்டுப்படுறதன் அடிப்படையில் அவங்கள்ட்ட அந்த விஷயத்தை காட்டுங்க. அடுத்தது அப்புறம் 19 பகுதிங்கிற அடுத்த கட்டம் போறோம். உலகத்துல எங்க இருந்து தகவல் வந்தாலும் ஏத்துக்கலாம்னு சொல்றோம். தகவல் வந்தா ஏத்துக்க முடியும். ஏத்துக்கும் போது என்ன நடக்கும்னா நபி ஸல்லல்லாஹு அலைஹி வஸல்லம் கடந்த அதே விஷயம் தான். அடுத்த நாள் இருந்தாங்க, 30வது நாள் சொல்லி நோம்புல இருந்தாங்க. பஜ்ர்ல வந்து 2 பேர் சொல்றாங்க ஆராபியா என்று சொல்றாங்க. சொல்லும் போது நோம்பு விட்டுட்டு டேட்டை மாத்துறாங்க. ரசூல் ஸல்லல்லாஹு அலைஹி வஸல்லம் டேட்டை அங்க மாற்றப்படுது. 30ன்னு சொல்லிட்டு இருந்த டேட்டை இல்ல இன்னைக்கு 30 கிடையாது, இன்னைக்கு ஃபர்ஸ்ட் டே அப்படின்னு சொல்லி டேட் சேஞ்ச் பண்றாங்க. அப்ப அந்த டேட் சேஞ்ச் பண்றதுதான் ருஹியத்தோட அடிப்படை. நம்ம இப்பவும் என்ன சொல்றோம்னா நீங்க கண்ணால பாருங்க, இல்ல தகவல் எடுங்க, அந்த டேட்டை சரி பண்ணுங்க. 2வது நாள் 3வது நாள் தெரிஞ்சப்பறம் கூட அதைத்தான் ஒண்ணுன்னு சொல்லி வாதம் பண்ணாதீங்க. அந்த டேட்டை மாத்தி கரெக்ட் பண்ணுங்க தான் சொல்றோம். நீங்க கரெக்ட் பண்ணிட்டு வந்தீங்கன்னா மாதங்கள் எல்லாமே கரெக்டா வந்துடும். நம்ம என்னைக்கு கண்ணால தெரியும், இப்ப 4 நிமிஷத்துல 8 நிமிஷத்துல கண்ணு தெரியும்னு கலண்டர்ல போட்டிருக்கிறீங்க. அந்த 8 நிமிஷம் தர மேகத்தால் மறைக்கப்பட்டால் கண்ணால பார்க்க முடியாம போயிருச்சுன்னா நீங்க என்ன பண்ணுவீங்க? இருக்குன்னு தெரியும், சத்தியமா தெரியும், அது வந்து நடந்துருச்சு, இல்லாத இருக்கு அப்படிங்கறது உங்களுக்கு தெரிஞ்சுதான் கலண்டர்ல போட்டிருக்கீங்க. ஆனா நீங்க வந்து மனம்
கணக்கு வந்து நம்ம போட்டோம்னா நீங்க ரூயத் பாருங்க, டேட்டும் அந்த ஃபேஸும் கரெக்டா இருக்கா, மஞ்சள்கள் கரெக்டா இருக்கா, மஞ்சள் மாறக்கூடாதுங்கிறதுக்காக இந்த கண்ட்ரி நம்ம போட்டோம். அதுக்கு தான் இவ்வளவு தெளிவா போட்டது. இது நாங்க சொல்றது வந்து பார்க்க வேண்டாம்னு சொல்லியிருந்தா இது போட்டே இருக்க மாட்டோம். கணக்குல இது போட்டிருந்தாலும் நீங்க பார்த்து செக் பண்ணுங்க, கரெக்ட் பண்ணுங்க, சரியா இருக்கா இல்லையா அப்படின்னு பாருங்க. இந்த நாள் கடைசி நாள்ல வேற இருந்து கண்ணால பார்த்தா நீங்க ஏத்துக்குவீங்களா? அதுதான் இப்ப நம்ம கேட்கிற கேள்வி. உலகில் இந்த இப்ப இதை வந்து நீங்க நியூ மூன் டேன்னு சொல்றீங்க. இந்த நியூ மூன் டேல வேற இருந்துச்சுன்னா, உலகத்துல எங்கேயாவது இருந்துச்சுன்னு நான் ப்ரூவ் பண்ணணும்னா நீங்க ஏத்துக்குவீங்களா? இப்ப இதான் நம்ம என்னோட கொஸ்டின். அடுத்து நம்ம ரஷீத் அவர்கள் பேசுவோம். നമ്മുടെ ചർച്ച വളരെ കൃത്യമായ രീതിയിൽ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ പറഞ്ഞു വന്നതിൻ്റെ മർമ്മത്തിൽ ഇനിയും കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ആദ്യം സൂചിപ്പിച്ചതിൽ തെളിവുദ്ധരിച്ചില്ല, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുദ്ധരിച്ചില്ല എന്നാണ് എനിക്ക് മറുപടി പറഞ്ഞ ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിച്ചാണ്. ആ തെളിവ് നിങ്ങൾ കൂടി അംഗീകരിക്കുന്നത് കൊണ്ടും കണക്കിന് നിങ്ങൾ എതിരല്ല, ആ കണക്ക് കൂട്ടാം, കണക്കിന് നിങ്ങൾ എതിരല്ല, നോമ്പും പെരുന്നാളും ഉറപ്പിക്കാൻ ആ കണക്ക് മതിയാവുകയില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ വിഷയത്തിൽ വന്ന ആയത്തുകളൊക്കെ ഓരോന്നും ഉദ്ധരിച്ച് സമയം കളയാതെ ചർച്ചയുടെ മർമ്മത്തിലേക്ക് കടക്കണമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞത്. നമ്മളിവിടെ പറയുന്നത് അഹില്ലത്തുകളെ പറ്റിയിട്ട് ഇവിടെ സിറാജി കൊണ്ടും പറഞ്ഞു, അഹില്ലത്തുകളെ പറ്റിയിട്ട് ചോദിച്ചു. അതുപോലെ തന്നെ മനാസിലുകൾ, ഇതാണ് ഇവിടുത്തെ മർമ്മം. അഹില്ലത്തും മനാസിലും ഇവിടെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഈ കാര്യങ്ങൾക്കിടയിൽ ഒരു ചന്ദ്രന് 29 അല്ലെങ്കിൽ 30 മൻസിലുകളേ ഉള്ളൂ. ഇത് 31 ആവുകയോ 28 ആവുകയോ ചെയ്യാൻ പാടില്ല. ഇവിടെ ഞങ്ങൾ ഉദ്ധരിച്ച ഞങ്ങളുടെ കലണ്ടറിൽ എവിടെയെങ്കിലും ഇങ്ങനെ 28 31 ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ തെറ്റായി സൂചിപ്പിക്കേണ്ടത്. ഞങ്ങളുടെ കലണ്ടറിൽ അങ്ങനെ ഒരു വിഷയം ഇവിടെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ KLM കണക്കിനെ അവലംബിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവലംബിക്കുന്നുണ്ട്. ഇതല്ല ഞങ്ങളുടെ മെയിൻ പോയിന്റ്. കാരണം എന്താണ്? മുഹമ്മദ് നബിയും സലഫു സാലിഹുകളും എല്ലാം അവലംബിച്ച അതേ മനഹജിലാണ് ഉള്ളത് എന്ന് പറയുന്നവർ, അവർ ആരെങ്കിലും ചന്ദ്രന്റെ കണക്കിനെ അവലംബിച്ച് ഏതെങ്കിലും സാക്ഷിയെ നിരാകരിച്ചതായി തെളിവുദ്ധരിക്കണം. ചന്ദ്രന്റെ കണക്കിനെ അവലംബിച്ച് കണ്ടു എന്ന് പറഞ്ഞു വന്ന ആളുകളെ നിരാകരിക്കാൻ കണക്കെടുക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ, എങ്കിൽ നിരാകരിച്ചതിന് നിങ്ങൾ തെളിവുദ്ധരിക്കണം. കാണാൻ വേണമെന്ന് നബിയുടെ കൽപ്പനയുള്ളത് പോലെ നബിയുടെ ജീവിതത്തിലോ സഹാബാക്കളുടെ ജീവിതത്തിലോ എവിടെയെങ്കിലും അവർ കണക്കുദ്ധരിച്ചുകൊണ്ട് അവർ നിരാകരിച്ചതിന് തെളിവുദ്ധരിക്കാത്തോടത്തോളം കാലം ഇത് സലഫികളുടെ മനഹജാണ്, ഇത് സഹാബത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വഴിയാണ് എന്നെങ്ങനെയാണ് പറയുക? അതുപോലെ തന്നെ ഞങ്ങൾ വീണ്ടും ചോദിച്ചു, പിന്നെ ന്യൂമൂണും ഹിലാലും ഒന്നാണ്. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഹിലാൽ ആണ് ഞങ്ങളുടെ അവലംബം, ഞങ്ങൾ ന്യൂമൂണിനെ അല്ല അവലംബിക്കുന്നത്. ഇത് നിങ്ങൾ വീണ്ടും സംശയം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളാണ് ഞങ്ങളുടെ അഖീദ, ഞങ്ങളുടെ വിശ്വാസം പറയേണ്ടത്. ഞങ്ങൾ പറഞ്ഞു, ഒരു ന്യൂമൂൺ ഉണ്ടായ അന്ന് മുതൽ ഞങ്ങൾ ആരും ഇവിടെ നോമ്പ് പിടിക്കുന്നില്ല. പിന്നെ എപ്പോഴാണ് നോമ്പ് പിടിക്കുന്നത്? നമ്മൾ പറഞ്ഞു, ഞങ്ങൾ നോമ്പ് പിടിച്ച് അന്ന് മഗ്‌രിബിന് കാണുന്ന ആ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹുവ ലൈലത്തിൻ റഅയ്തുമൂഹു. ആ ദിവസത്തെ അടുത്ത നാൾ ഒന്നാക്കാനുള്ളതല്ല, അത് അന്നത്തെ ആ ലൈലത്ത്, ആ അതിലുള്ള പിറയാണ് ആ കാണുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ നിങ്ങൾ എവിടെ നിന്നാണ് 0 ആരംഭിക്കുന്നത് എന്ന് പറയണം. ഒരു സൂര്യൻ ചന്ദ്രന്റെ ഒരു ചുറ്റ്, ഒരു റൗണ്ട് എവിടുന്നാ തുടങ്ങുന്നത്? ആ തുടങ്ങുന്നത് ഞങ്ങൾ പറയുന്നത് പൗർണമി മുതൽ പൗർണമി വരെ അല്ല. പിന്നെ എവിടെ ചന്ദ്രന്റെ ചുറ്റ് അവസാനിക്കുന്നത് ന്യൂമൂണിലാണ്. പക്ഷേ മാസത്തിന്റെ ആരംഭം ഉണ്ടാകുന്നത് എവിടുന്നാണ്? ഹിലാൽ മുതൽ തന്നെയാണ്. പിന്നെയും ഞങ്ങൾ ന്യൂമൂൺ തന്നെ പറയണം എന്ന് നിങ്ങൾക്ക് ഒരു വാശിയുള്ളത് പോലെ തോന്നുന്നു. ഞങ്ങളുടെ വാദം അതല്ല. ഞാൻ ചോദിച്ച ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 29ന്റെ അന്ന്, ഇതാ എന്റെ ചോദ്യം, 29ന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അതിലെ ലൈഫായിട്ടുള്ള ആളാണ് അബ്ദുൽ ആല സഹലബിയാണ് അതിലെ ലൈഫായിട്ടുള്ള ആള്. അത് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആ വിഷയം ചർച്ച ചെയ്യുന്നതാണ്. പിന്നെ ഇവിടെ പറഞ്ഞത് ജിബ്രീലിന്റെ വഴി ഇത് നമുക്ക് കിട്ടൂല, ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല. ഞങ്ങൾ പറഞ്ഞത് എന്താണ്? കാണൽ മാത്രം അല്ലെങ്കിൽ 30 പൂർത്തിയാക്കൽ മാത്രം. ഇതിൽ ഒരു നിർബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ മൂന്നാമത്തെ വഴിയിൽ നബിയുടെ സുന്നത്തുണ്ടാകുമായിരുന്നില്ല എന്നതിനാണ് ജിബ്രീൽ വന്ന് ഞങ്ങൾ തെളിവ് ധരിച്ചു. നമുക്ക് എല്ലാവരും അറിയണതാണ് എന്ത് ആരും ജിബ്രീൽ എന്ത് ആരെടുത്ത് വരില്ല എന്നുള്ളത്. അങ്ങനെ ഒരു മണ്ടത്തരം പറയാനല്ല അത് പറഞ്ഞത്. മറിച്ച് ജിബ്രീൽ വന്ന് പറഞ്ഞ ഒരു വഴിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ കാണൽ മാത്രമല്ല, 30 പൂർത്തിയാക്കൽ മാത്രമല്ല, അതുണ്ട് എന്ന് അറിയലാണ് ഇവിടുത്തെ മർമ്മം. ഈ മർമ്മം വിടുന്നതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ മാധ്യമത്തിലാണ് തർക്കം, ഉണ്ടോ ഇല്ലേ എന്ന കാര്യം തർക്കമില്ല. പിന്നെ നസീർ വരുന്നത് ഒരു ദിവസം മാറ്റിയാൽ ചൊവ്വാൽ 1 ചൊവ്വാൽ 2 ആക്കിയാൽ ചൊവ്വാൽ 2 ആക്കിയാലും നസീർ വരും. എന്നാൽ അത് മാത്രമാണ് ഇവിടെ നസീർ. ഇവിടെ ചൊവ്വാൽ 1 ആയി കേരളത്തിലുള്ള ആളുകൾ ഇവിടെ വാളയാറിൽ വരെ നോമ്പ് പിടിക്കുമ്പോൾ ഇവിടെ റമദാൻ 30. അതെങ്ങനെ വരും? അങ്ങനെ ഒരു സുന്നത്ത് നബിയുടെ കാലത്തുണ്ടോ? എങ്കിൽ അത് മാത്രമല്ല, അവിടെ ചൊവ്വാൽ 1 ആകുമ്പോൾ ഇവിടെയുള്ള കുറച്ച് ആളുകൾക്ക് മാത്രം ചൊവ്വാൽ 1, ബാക്കിയുള്ള ആളുകൾക്ക് റമദാൻ 30. നോമ്പ് ഇവിടെ പിടിച്ച് നോമ്പ് നോമ്പിൽ ഇരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്നു. എവിടെ? വളരെ 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ദൂരത്തിൽ. ഇങ്ങനെ ഒരു സുന്നത്ത് നബിയുടെ കാലത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മെസ്സേജ് കിട്ടിയതിന്റെ ശേഷം ആ മെസ്സേജിന്റെ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ നബി അതിനെ തള്ളിക്കളഞ്ഞ ഒരു റിവായത്ത് പോലുമില്ല. മറിച്ച് ദൂരം നോക്കാതെ നബി അതിനെ എടുക്കുകയും ചെയ്ത്. പിന്നെ അവിടെ ഉദ്ധരിച്ച ഖുറൈബിന്റെ ഹദീസ്, ആ വിഷയത്തിൽ നമ്മൾ തമ്മിൽ തർക്കത്തിൽ നിൽക്കുന്ന വിഷയത്തിന് ആ ഹദീസ് തെളിവിന് പറ്റൂല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ആ ഹദീസിലെ ഏറ്റവും അവസാനത്തെ വാചകം ഹക്കദ അമറന റസൂലുള്ളാഹി എന്നത് മാത്രമാണ് ഹദീസിന്റെ ഭാഗം. ബാക്കിയൊന്നും നബിന്റെ കാലത്ത് നടന്ന സംഭവമല്ല. ഇനി ഹക്കദ അമറന എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത് എന്തിനെ ഉദ്ദേശിച്ചാണ് എന്ന കാര്യത്തിൽ പലർക്കും തർക്കമുണ്ട്. അത് ഞങ്ങൾ ഉണ്ടാക്കിയ തർക്കമല്ല. ഇമാം ഷൗക്കാനിയെ പോലുള്ള ആളുകളൊക്കെ എന്താണ് അവിടെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്, ഞങ്ങൾ കണ്ടതിനെയാണ് ഞങ്ങൾ പരിഗണിക്കുക, അല്ല ദൂരമാണ് ഉദ്ദേശിച്ചത്. ഈ തർക്കമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്ന ഒരു വാദത്തിന് അവിടെ തെളിവ് കൂടിയുണ്ട്. കാരണം എന്താ? എന്തിനാണ് ഖുറൈബിനെ ഇബ്നു അബ്ബാസ് കൃത്യമായി നീ കണ്ടോ, ഇനി മുആവിയ കണ്ടത് മതിയാവില്ലേ എന്നുള്ള ചോദ്യത്തിന് എന്താ പ്രസക്തില്ലേ? കേരളത്തിൽ കണ്ടത് ഇവിടെ കോയമ്പത്തൂരില് എടുക്കാൻ പാടില്ല എന്നതാണ് ഇവിടുത്തെ നിലപാടെങ്കിൽ ഒരാൾ കേരളത്തിൽ മാസപ്പിറവി കണ്ടു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലല്ലേ, ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ് ഒറ്റടിക്ക് തട്ടും. പക്ഷേ തട്ടാതെ അയാളോട് നിങ്ങൾ കണ്ടോ, മറ്റുള്ള ആൾ കണ്ടോ, എവിടെ കണ്ടു, എത്ര സമയം കണ്ടു എന്നുള്ള ചോദ്യത്തിൽ നിന്ന് കണ്ടത് ശരിയാണെങ്കിൽ എടുക്കുവാനുള്ള ഒരു കൽപ്പന നബിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അതാണ് ഇവിടെ സക്കരിയ സാഹിബ് വളരെ കൃത്യമായി ഞങ്ങൾ പറഞ്ഞ വിഷയം പറഞ്ഞു. ഇബ്നു തൈമിയ, ഇബ്നു ബാസ്, അതുപോലെ തന്നെ ഇമാം ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി, ഇവർക്കൊക്കെ ഇജ്മാ ഉള്ള, ഇവരൊക്കെ കൃത്യമായി എവിടെ നിന്ന് കണ്ടാലും എടുക്കാമെന്ന് പറയുന്നതാണ് ഇന്ന് കേരളത്തിലുള്ളവർ തള്ളിക്കളയുന്നത്. ഞങ്ങളുടെ പ്രദേശത്ത് കണ്ടില്ല എന്ന് പറഞ്ഞു. അത് പിന്നീട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു ചർച്ചക്കും പ്രസക്തിയില്ല. അതാണ് ഇവിടുത്തെ ചർച്ച. അവിടെ നിന്നാണ് അടുത്ത പ്രശ്നം തുടങ്ങുന്നത്. ഇവിടെ 2 പ്രശ്നം നിലനിൽക്കുന്നു. ഒന്ന്, ഉണ്ട് എന്ന് ബോധ്യമായതിനു ശേഷവും ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ അത് തള്ളിക്കളയുന്നു. രണ്ടാമത്തത്, ഉണ്ട് എന്ന് ബോധ്യമായാലും അത് കണ്ണുകൊണ്ട് കാണണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ തള്ളിക്കളയുന്നു. ഇത് രണ്ടും തെറ്റാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് എന്താ? ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് ബോധ്യമായാൽ ആ ബോധ്യമായത് എല്ലാവർക്കും ശരിയാണ്. ഉണ്ട് എന്ന് ബോധ്യമായിട്ടുണ്ടോ അത് ഉറപ്പുവരുത്തലാണ്. കാരണം ഇല്ലാത്തൊരു മാസത്തിന്റെ പേരിൽ തുടങ്ങാൻ പറ്റുമോ? റമദാനിൽ ചെയ്യേണ്ടത് ശവ്വാലിൽ ചെയ്യാൻ പറ്റുമോ? ഹറാമാകും. അവിടാണ് പ്രശ്നം. ഇവിടെ പലരെ കൊണ്ടും എന്ത് ചെയ്യുന്നു? ഈ വിഷയത്തിൽ കൃത്യതയില്ലാത്തത് കൊണ്ട് ഒരേ വീട്ടിൽ ഞങ്ങളൊക്കെ അനുഭവിച്ചതാണത്. ഒരു വീട്ടിൽ ഒരാൾക്ക് നോമ്പ്, അതേ വീട്ടിൽ ഒരാൾക്ക് പെരുന്നാൾ. ഇത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? സലഫികളുടെ കാലത്തുണ്ടോ? മൻഹജിൽ ഇത് പറഞ്ഞിട്ടുണ്ടോ? ഇവിടെയാണ് ഇവിടുത്തെ മർമ്മമുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സിറാജ് ചോദിച്ച ചോദ്യങ്ങൾ അതാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇഖ്തിലാഫുൽ മതാരിന്റെ വിഷയം പറഞ്ഞു. ഹിജ്റ കലണ്ടർ ഇസ്രായേൽ കലണ്ടറുമായാണ് യോജിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയുന്ന അതേ ദിവസം അവരുടെ കലണ്ടർ ഉണ്ടായത് കൊണ്ട് മാത്രം ഞങ്ങളുടെ കലണ്ടറും ഇസ്രായേൽ കലണ്ടറും ഒന്നാണെന്ന് നിങ്ങൾ പറയരുത്. മറിച്ച് തുടങ്ങാനുള്ള അവലംബമാക്കുന്നത് അവരും ഞങ്ങളും ഒരുപോലെയാണ് എന്ന് സ്ഥാപിച്ചാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഞാൻ എങ്ങനെ സൊല്ലു കമാറായിട്ട് മുനിസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അങ്ങനെ നിസ്കരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ നബി നിസ്കരിക്കുന്നത് കണ്ടിട്ടല്ല നമ്മൾ നിസ്കരിക്കാറുള്ളത്. നബി നിസ്കരിക്കുന്നത് കണ്ടിട്ടല്ല നമ്മൾ നിസ്കരിക്കാറുള്ളത്. മറിച്ച് നബി നിസ്കരിച്ചതിനെ പറ്റിയുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ചുരുക്കേണ്ട അത് വിഷയം മർമ്മമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിസ്കരിച്ചു എന്നതിന്റെ അറിവ് മാത്രമാണ് നമ്മൾക്കുള്ളത്. അവിടെ നബി കൃത്യമായി പറഞ്ഞു, ഞാൻ എങ്ങനെ നിസ്കരിക്കാൻ നിങ്ങൾ കണ്ടുവോ? ഈ കാണലിൽ വാശി പിടിക്കുകയാണെങ്കിൽ ഇവിടെയും കൃത്യമായിട്ട് ഈ വിഷയം പറയാറുണ്ട്. അല്ല, കാണലും അറിയലുമാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കാണെങ്കിൽ ആ വിഷയത്തിൽ തർക്കമില്ല. പിന്നെ ന്യൂമൂൺ ഉണ്ടാകുന്ന ആ ദിവസം, ന്യൂമൂൺ ഉണ്ടായ പ്രദേശത്ത്, ആ രാജ്യത്ത് അവിടെ കണ്ണുകൊണ്ട് ന്യൂമൂൺ ഉണ്ടായി എന്നതിന്റെ വിവരം കിട്ടിയാൽ, കണ്ണുകൊണ്ടുള്ള കാഴ്ച ഒപ്റ്റിക്കൽ ഇതല്ലേ, അതുണ്ടായാൽ അംഗീകരിക്കുമോ എന്നതാണ് സിറാജ് ചോദിച്ച ഒരു ചോദ്യം. അതേപോലെ തന്നെ ഓരോ പ്രദേശത്തുമുള്ള വിഷയങ്ങൾ ആവർത്തിക്കുന്നില്ല. ഇത്രയാണ് ഈ വിഷയത്തിലുള്ള മർമ്മം. അതേപോലെ തന്നെ സഫറിലാണ് സഹാബത്ത് ഹിജ്റ പോയിട്ടുള്ളത്. പക്ഷെ ഹിജ്റ കലണ്ടർ ആരംഭിക്കുന്നത് മുഹറം മുതലാണ്. ഇതിലെന്താണ് കാരണം? ഇവിടെയാണ് ഞങ്ങൾ പറയുന്ന ഒരു സീറോയുടെ ഒരു പ്രശ്നം വരുന്നത് ഇവിടെ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സീറോ ഉണ്ടാകേണ്ടതുണ്ട്. ആ സീറോ വിട്ടിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ ചർച്ചക്കെടുക്കുന്നത് കൊണ്ടാണ് ഈ ന്യൂമൂണിന്റെയും ഹിലാലിന്റെയും പ്രശ്നം ഉണ്ടാകുന്നത്. ആ വിഷയവും അതുപോലെ തന്നെ ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ കണക്ക് അവലംബമല്ല, അത് കൃത്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യത്തിനും കണക്കെടുക്കാതെ നബി പറഞ്ഞതുമായി കാണാം, കണ്ടാ സ്വീകരിക്കുക, സാക്ഷികൾ കൊണ്ടുവന്നാൽ സ്വീകരിക്കുക. അതുപോലെ തന്നെ ഈ സാക്ഷികൾ കൊണ്ടുവന്നാൽ എവിടെ നിന്ന് കൊണ്ടുവന്നാലും സ്വീകരിക്കുമോ ഇല്ലേ? അതിന് നബി എന്തെങ്കിലും രീതിയിലുള്ള ഒരു വരമ്പ് അല്ലെങ്കിൽ ഒരു ഇത്ര ദൂരം, ഇത്ര സ്ഥലം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ദൂരം വെച്ചിട്ടുണ്ട്. കാരണം മത്തലവി എന്നത് വന്നിട്ട് ചർച്ച ചെയ്താൽ ഒരിക്കലും നമുക്ക് തീരുമാനമാകാത്തൊരു വിഷയമാണ്. കാരണം എന്താ, ഓരോ മാസം മത്തലവ് മാറും. ഒരു പ്രദേശത്ത് ഈ പ്രദേശം ഒരു പ്രാവശ്യം മത്തലയിൽ ഉൾപ്പെടുമെങ്കിൽ അടുത്ത മത്തലയിൽ ഇതല്ല ഈ പ്രദേശത്ത് ഉൾപ്പെടുക. അപ്പൊ മത്തലയിൽ എന്നത് ഒരിക്കലും നമുക്ക് തീരുമാനിച്ച് നമ്മൾ ആ മത്തലയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഏറ്റവും പ്രയാസം ഉണ്ടാക്കുക, കണക്കിനേക്കാളും പ്രശ്നം ഉണ്ടാക്കുക മത്തലയിൽ പരിഗണിച്ചാലാണ് എന്നതും ഈ വിഷയത്തിലുള്ള ഒരു ചർച്ചയാണ്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുമ്പോൾ ആ കാര്യം കൂടി കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. ചോദിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി ഞാൻ ആദ്യം പറയാം. ഒന്നാമത്തെ ചോദ്യം, ഈ ഹിജ്റ കലണ്ടറും പിന്നെ ജൂതന്മാരുടെ കലണ്ടറും ഒന്ന് തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, അതിനെന്താണ് തെളിവ്? ഇപ്പോ ഈ കലണ്ടറും ഇപ്പൊ എനിക്ക് ഈ കലണ്ടറല്ല ഉദ്ദേശിക്കുന്നത്, ഈ കലണ്ടറാണ് എന്നിപ്പോ പറഞ്ഞാലോ തോന്നുന്നു. ഈ കലണ്ടർ ഒക്ടോബർ മാസത്തിലെ കലണ്ടർ, ദുൽഖഅദയുടെ കലണ്ടറാണ്. ദുൽഖഅദ ഒക്ടോബർ 29-നാണ് ഈ പിന്നെ ഒക്ടോബർ 29-നാണ് ദുൽഖഅദ ആരംഭിക്കുന്നത് ഈ കലണ്ടറിൽ. ബാക്കിയുള്ള കലണ്ടറിലൊക്കെ ഉദാഹരണത്തിന് പിന്നെ സുല്ലം ഇസ്ലാമിന്റെ കലണ്ടറിൽ ദുൽഖഅദ ആരംഭിക്കുന്നത് ഒക്ടോബർ 30-ആണ്. എന്നാൽ ജൂതന്മാർക്കൊരു മാസം, ജൂതന്മാരുടെ മാസം ദുൽഖഅദയിലാണ് ജൂതന്മാരുടെ കലണ്ടർ ആരംഭിക്കുന്നത്. ദുൽഖഅദ ഒക്ടോബർ 29-നാണ് ജൂതന്മാരുടെ കലണ്ടറിൽ അവരുടെ റോഷ് കദോഷ് എന്നാണ് അവർ പറയാം. ന്യൂമൂണിലെ ഫസ്റ്റ് ഡേ ഓഫ് ദി പിന്നെ ഫീസ്റ്റ് ഓഫ് ദി ജൂസ്, അതിന് റോഷ് കദോഷ് എന്നാണ് പറയുന്നത്. അത് ഒക്ടോബർ 29-നാണ്. ഒക്ടോബർ നിങ്ങൾ പരിശോധിച്ചു. ഇനി ജൂതന്മാരുടെ ഓരോ മാസം ഞാൻ പറഞ്ഞു. ജൂതന്മാരുടെ മാസം ജാവിഷ് കലണ്ടർ നിങ്ങൾ എടുത്ത് പരിശോധിക്കുക. ജാവിഷ് കലണ്ടർ ഡൗൺലോഡ് ചെയ്യുന്ന സാധനമാണ്. ഹിജ്റ കലണ്ടർ കൊടുക്കുക, നമ്മളുടെ പിന്നെ മണിക്ഫാന്റെ ഹിജ്റ കലണ്ടർ എടുക്കുക. എനിക്ക് ഇത് മാത്രമേ കിട്ടൂ, ഇത് തെറ്റാണ്. ഇതിൽ ഒക്ടോബർ 29-നാണ് ദുൽഖഅദ തുടങ്ങുന്നത്. അന്ന് കാണില്ല. അന്ന് ഈ പറഞ്ഞ ന്യൂമൂൺ അല്ല ഹിലാലാണ് നമ്മുടെ ഉദ്ദേശം പറഞ്ഞല്ലോ. ന്യൂമൂൺ അല്ല ഹിലാലാണെന്നെങ്കിൽ അന്ന് ലോകത്ത് ഈ പറഞ്ഞ രീതിയിൽ ഹിലാലിന്റെ പിറവിയാണ്. അപ്പൊ അതിന് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കലണ്ടറിൽ, ബാക്കിയുള്ള സുല്ലം ഇസ്ലാമിന്റെ കലണ്ടറിലൊക്കെ അത് ഒക്ടോബർ 30-ആണ്. ഇനി നോക്ക്, ജൂതന്മാരുടെ ഒരു പിന്നെ രണ്ടാമത്തെ മാസം മുഹറം മാസം ഷവ്വാത്ത് എന്നാണ് പറയുന്നത്. ഷവാത്ത്, അതിന് മുഹറം, നമ്മൾ മുഹറം എന്ന് പറയും. അത് ജനുവരി 8-നാണ് ജൂതന്മാരുടെ കലണ്ടറിലും ഹിജ്റ കലണ്ടറിലും. ഹിജ്റ കലണ്ടറിലെ മുഹറം മാസം എന്നാ നിങ്ങൾ നോക്ക്, അത് ജനുവരി 8-നായിരിക്കും. 8 ജനുവരി. ജനുവരി 8 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 ജനുവരി 8
ജനുവരി അല്ല, പിന്നെ ഏതാണ് റബീഉൽ അവ്വൽ മാസം അദാർ സെക്കൻഡ് എന്നാണ്. അദാർ സെക്കൻഡ് അത് മാർച്ച് 8-നാണ് ഹിജ്റ കലണ്ടർ, ജൂതന്മാരുടെ കലണ്ടർ ഞാൻ തന്നെ. ബാക്കിയുള്ള കലണ്ടർ ഒക്കെ മാർച്ച് 9-നാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടത് അങ്ങനെ ആയി. മാർച്ച് 9-നാണ്. അയ്യാർ സെക്കൻഡ് ജമാഅത്തുൽ അവ്വൽ ജൂതന്മാരുടെ കലണ്ടറിലും ജാവിഷ് കലണ്ടറിലും ഹിജ്റ കലണ്ടറിലും അത് പിന്നെ മെയ് 6-നാണ്. ബാക്കി എല്ലാ കലണ്ടറും മെയ് 7-നാണ്. മെയ് 7. സിവാൻ ജമാഅത്തുൽ ആഖിർ, സിവാൻ എന്നാണ് ജൂതന്മാരുടെ ആ മാസത്തിന് പറയാം. ജൂതന്മാരുടെ സിവാന് ജൂൺ 4 വെനസ്ഡേ ആണ് ജൂതന്മാരുടെ കലണ്ടറിലും മണിക്ഫാന്റെ കലണ്ടറിലും. എന്നാൽ ഇത് ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും എന്താണ് ശിവാനല്ലേ ജൂൺ 5-നാണ്, തേഴ്സ്ഡേ. ഇനി തിശ്രി ജൂതന്മാർ മറ്റൊരു തിശ്രി ജൂതന്മാരുടെ മറ്റൊരുതാണ് ശവ്വാൽ മാസം തുടങ്ങുന്നത്. മണിക്ഫാന്റെ കലണ്ടറിൽ സെപ്റ്റംബർ 30-നാണ്. ബാക്കിയുള്ള കലണ്ടറിലൊക്കെ ഒക്ടോബർ 1-നാണ്. കിസ്ലേവ് മറ്റൊരു മാസമാണ്, ജൂതന്മാരുടെ മാസമാണ് കിസ്ലേവ്. അത് ദുൽഹജ്ജ് തുടങ്ങുന്നത്. ദുൽഹജ്ജ് മാസം മണിക്ഫാന്റെ കലണ്ടറിലെ ദുൽഹജ്ജും പിന്നെ ജൂതന്മാരുടെ കിസ്ലേവും തുടങ്ങുന്നത് നവംബർ 28-നാണ്. നമ്മളെ കലണ്ടറിലൊക്കെ നവംബർ 29. ടിബറ്റ് മുഹറം അടുത്ത പ്രാവശ്യത്തെ മുഹറം ജൂതന്മാരുടെ കലണ്ടറിലുള്ള ടിബറ്റും മണിക്ഫാന്റെ മുഹറം മാസം ഡിസംബർ 28